ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, അന്താരാഷ്ട്ര അതിർത്തിക്കടുത്തുകൂടി പറന്ന റിമോട്ട് പൈലറ്റഡ് എയർക്രാഫ്റ്റിന് നേർക്ക് പാകിസ്ഥാൻ സൈന്യം വെടിയുതിർത്തിരിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ജമ്മു കാശ്മീരിലെ കനച്ചക് സെക്ടറിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം കൂടി പറക്കുകയാണ് RPA അഥവാ റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ്. ആ വിമാനത്തിന് നേർക്കാണ് 5 റൗണ്ട് പാക് സൈന്യം വെടിയുതിർത്തത്. പാക് റേഞ്ചേഴ്സ് ആണ് വെടിയുതിർത്തത്. 2 മണിക്കൂർ പതിവ് പറക്കൽ നടത്തുകയായിരുന്നു വിമാനം. ഇവിടെ ഖേരി പോസ്റ്റിൽ നിന്ന്, പാകിസ്ഥാന്റെ ഖേരി പോസ്റ്റിൽ നിന്ന് 4 റൗണ്ട് വെടിയും അസ്ലം പോസ്റ്റിൽ നിന്ന് 1 റൗണ്ട് വെടിവെപ്പുമാണ് ഉണ്ടായത്. വിമാനത്തിന് ഇതുവരെ കേടുപാടുകളൊന്നും ഉണ്ടായിട്ടില്ല. വിമാനം സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്യുകയും ദൗത്യം പൂർത്തിയാക്കുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. ഇത് LOCയിൽ നിന്ന്, അതായത് നമ്മുടെ നിയന്ത്രണ രേഖയിൽ നിന്ന് അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം പറക്കുകയായിരുന്നു. ആ വിമാനത്തിന് നേർക്കാണ് വെടി ഉതിർത്തിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ ഒരു വിമാനത്തിന് നേർക്ക് വെടി ഉതിർത്തുകൊണ്ട് പാക് റേഞ്ചേഴ്സ് ഒരു പ്രകോപനം സൃഷ്ടിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ബാക്കി വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇപ്പോൾ റിപ്പബ്ലിക് TV അടക്കം ബ്രേക്ക് ചെയ്ത ഒരു വലിയ വാർത്ത തന്നെയാണിത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ കാത്തിരിക്കുകയാണ്. ഇത് മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കുന്നതിന് പാകിസ്ഥാൻ നടത്തിയ ശ്രമമാണോ, അതോ ഇനി മറ്റ് ശ്രമങ്ങളാണോ? പാക് സൈന്യം തന്നെ അവരുടെ നിർദ്ദേശാനുസരണം ഒരു ആക്രമണത്തിന് കോപ്പ് കൂട്ടുകയായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള അനവധി ചോദ്യങ്ങൾ വരുന്നു. ഒരുപക്ഷെ പാകിസ്ഥാൻ ഭയന്നേക്കാം, അന്താരാഷ്ട്ര അതിർത്തി കടന്നു വരുന്ന വിമാനമാണെന്ന് കരുതി വെടിവെക്കുകയാണ്. എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതാണ്: വിമാനത്തിനേതായാലും കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല. 2 മണിക്കൂർ ദൗത്യം പൂർത്തിയാക്കി വിമാനം തിരിച്ചെത്തിയതായി ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഇത് കൂടുതൽ സംഘർഷങ്ങൾ വളരാനുള്ള സാധ്യതയിലേക്ക് മാറുമോ എന്നും ഉറ്റുനോക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.